ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ കുറുകിയ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നമ്മൾ മുറിച്ചെടുത്ത് വന്നിട്ടുള്ളത് ഉള്ള കഷ്ണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. പരിപ്പ് എടുത്തിട്ടുണ്ട്, ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഉള്ളിയും പച്ചമുളകും ഉപ്പ് മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ വിസിലടിച്ച് വരുന്നുണ്ട്. 2 വിസിലാണ് അടിക്കുന്നത്. നിങ്ങൾ സാമ്പാർ പരിപ്പാണെങ്കിൽ 3 വിസിലും മറ്റേ ചുവന്ന പരിപ്പാണെങ്കിൽ 2 വിസിലും കൂടി അടിച്ചെടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ 1 വിസിലാണ് അടിക്കുന്നത്. 1 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറക്കുന്നുണ്ട്, കുക്കർ തുറക്കും. അപ്പോൾ ഇത് സദ്യ സ്പെഷ്യൽ കുറുകിയ സാമ്പാറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുകൂടെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പുളിയാണ് എടുക്കുന്നത്. ഇതിൽ കാണിച്ചിട്ടുള്ള അത്ര പുളി എടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ലേശം എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മൂപ്പിച്ചെടുത്ത ഈ മിക്സില്ലേ, ഇത് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് തീ ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കായപ്പൊടിയാണ് ഇടുന്നത്. കായമില്ലേ, കായം പൊടി ഇടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇടാവുന്നതാണ്. പിന്നെ സാമ്പാർ പൊടിയാണ്, അത് ആവശ്യത്തിനുള്ള ഇടുക. പിന്നെ മല്ലിയിലയാണ് ഇടുന്നത്. മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു കഷ്ണം ബെല്ലം ഇടാവുന്നതാണ്, അപ്പം നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ്. പിന്നെ കടു വറുത്തിടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ലേശം കായപ്പൊടി ഇടുന്നുണ്ട്, കായം പൊടി ഇടുന്നുണ്ട്. പിന്നെ സാമ്പാർ പൊടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം.